നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായ ദിവസമാണ്. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇതിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 86 പേരുടെ പത്രിക തള്ളി. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണുള്ളത്. ഈ പത്രിക പൂരിപ്പിക്കാൻ അറിയാത്തവരാണ് പലപ്പോഴും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് എന്നതുകൂടി രസകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് രൂപമാകും. ഏതായാലും ഇതിന് മുൻപ് വലിയ ആശങ്ക അപരന്മാരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. വലിയ ആശങ്കയായിരുന്നു അപരന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കോട്ടയത്ത് ഒപ്പം തന്നെ പാലക്കാടും ഒക്കെ അത് വലിയ ഭീഷണിയായി നിലനിന്നിരുന്നെങ്കിൽ ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ കുറച്ചൊരാശ്വാസമുണ്ട് കോട്ടയത്തും പാലക്കാട്ടും. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപര സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. എതിർപ്പുമായി UDF രംഗത്ത് വരികയും ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഒരാളുടെ പത്രിക പൂർണ്ണമായും പൂരിപ്പിച്ചിട്ടില്ല എന്നും രണ്ടാമത്തെയാളെ പിന്തുണച്ച 2 പേരും ഒരേ ബൂത്തിൽ നിന്നുള്ളവരാണെന്നും UDF ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അപരന്മാരുടെ പത്രിക തള്ളിയത്. കോട്ടയത്തെ UDF ക്യാമ്പിന് വലിയ ആശ്വാസമായിക്കൊണ്ടാണ് 2 അപരന്മാരുടെ പത്രികയും ജില്ലാ വരണാധികാരി തള്ളിയിരിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമായ ഫ്രാൻസിസ് ജോർജ്, തിരുവനന്തപുരം അതായത് തൃശൂർ കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് C. ജോർജ് എന്നീ 2 പേർ പത്രിക നൽകി. ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് UDF സ്ഥാനാർത്ഥി അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇവരുടെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന സമയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ പത്രികയിൽ അത് അപൂർണമാണ് എന്ന ആരോപണം ആണ് പ്രധാനമായും ഉയർന്നത്. രണ്ടാമത്തെ ഫ്രാൻസിസ് E. ജോർജിന്റെ പത്രികയിൽ ഈ പിന്തുണച്ചവർ ഒരേ ബൂത്തിൽ ഉള്ളവരാണ്. മാത്രവുമല്ല ഇതിലെ ഒപ്പുകൾ സംബന്ധിച്ച് വ്യാജമാണെന്ന സംശയം ഉയർന്നു. ഇതോടെ വൈകുന്നേരം 4 മണിക്ക് ഹിയറിംഗിനെത്താൻ ഈ മറ്റൊപ്പിട്ടവരെ അടക്കം കൊണ്ടുവരാൻ പിന്തുണച്ചവരെ അടക്കം കൊണ്ടുവരാൻ ജില്ലാ വരണാധികാരി നിർദ്ദേശം നൽകുകയായിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥികൾക്ക് ഇരുവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് UDFന്റെ ആവശ്യം പരിഗണിച്ച് ഈ പത്രിക തള്ളിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം പറ്റിക്കുകയാണ് ഈ 2 സ്ഥാനാർത്ഥികളും ചെയ്തത്. അവർ വ്യാജ ഒപ്പിട്ടാണ് ഇത്തരം നോമിനേഷൻ നൽകിയത് എന്നതടക്കമുള്ള ആരോപണമാണ് UDF ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെതിരെ കേസ് എടുക്കണം എന്ന ആവശ്യവും UDF മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി വന്നിരിക്കുകയാണ്. LDFനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. LDFന്റെ ഒരു പ്രതികരണം ഇനിയും വന്നിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് ഒരു പരിധിവരെ ഈ അപരന്മാരുടെ പത്രിക തള്ളിയത് കോൺഗ്രസ് UDFന് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനും ഇനിയും ചിഹ്നമാകാതിരിക്കുന്നതേയുള്ളൂ. ഏതെങ്കിലും സ്വതന്ത്രരുടെ ചിഹ്നമായിരിക്കും ലഭിക്കുക. സമാനമായി ഫ്രാൻസിസ് ജോർജ് എന്ന പേരിൽ മറ്റ് സ്വതന്ത്രന്മാർ വരുമ്പോൾ അവരുടെയും ചിഹ്നവും ഇതുമൊക്കെ ഈ ജനങ്ങളെ വലയ്ക്കും, അതായത് അവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും എന്നൊരു ആശങ്ക UDF ക്യാമ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്ക കൂടിയാണ് ഇപ്പോൾ അകന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, 80-ലധികം ആളുകൾക്ക് ഈ പത്രിക പൂരിപ്പിക്കാൻ അറിയില്ല എന്ന് വ്യക്തമായി. നിർഭാഗ്യം കൊണ്ട് അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവർ ജയിച്ചാൽ ഉള്ള ഒരു സാഹചര്യമാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു അല്ലേ? ഏറെക്കുറെ വ്യക്തമായെന്ന് പറയണം. കാരണം 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതോടുകൂടിയാണ് ഈ കുറച്ചുകൂടി വ്യക്തമായ ഒരു സ്ഥാനാർത്ഥി ചിത്രം പുറത്തു വരിക. മാത്രമല്ല ഈ വിമതന്മാർ, അപരന്മാർ എന്നിവരെയൊക്കെ പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നണി നേതൃത്വവും മുന്നണി സ്ഥാനാർത്ഥികളും ഒക്കെ. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 86 പത്രികകളാണ് സംസ്ഥാനമാകെ തള്ളിയത്. ഇതോടെ 204 സ്ഥാനാർത്ഥികളാണ് ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയുള്ളത്. 8-ാം തീയതി മാത്രമേ കൃത്യമായ ഒരു ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യം കൃത്യമായ ഒരു കണക്ക് കൂടി വരികയുള്ളൂ. തിരുവനന്തപുരത്ത് 13 പത്രികകളാണെന്ന് തള്ളിയത്. ആറ്റിങ്ങലിൽ 7-ഉം കൊല്ലത്ത് 3-ഉം പത്തനംതിട്ടയിൽ 2 പത്രികകൾ തള്ളി. അങ്ങനെ ഓരോ ജില്ലയിലും തള്ളിപ്പോയ പത്രികകളുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യവും ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അത് അന്തിമ വോട്ടർ പട്ടിക എന്നുള്ളതാണ്. 6.49 ലക്ഷം വോട്ടർമാരാണ് അധികമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. ആകെ വോട്ടർമാരുടെ എണ്ണം 2,77,49,156
9 9ആയിരുന്നു. ഇതിൽ ശുദ്ധീകരണം വോട്ടർ പട്ടിക ഇരട്ടിപ്പുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പലയിടത്തുണ്ടെന്ന പരാതികൾ വന്നിരുന്നു. അതിൽ 2 ലക്ഷത്തോളം വോട്ട് അങ്ങനെ ഒഴിവായി 5,34,394 പേരാണ് കന്നി വോട്ടർമാരായി ഈ പട്ടികയിലുള്ളത്. 6,40,833 വോട്ടർമാരുടെ വർധന. അങ്ങനെ കന്നി വോട്ടർമാരുടെ എണ്ണം വന്നു. സ്ത്രീ വോട്ടർമാരാണ് എപ്പോഴത്തെ പോലെ ഇപ്പോഴും കൂടുതലുള്ളത്. പ്രവാസി ഭിന്നലിംഗ വോട്ടർമാരും ഒക്കെ ഉണ്ട്. സ്ത്രീ പുരുഷ അനുപാതം 1000 സ്ത്രീകൾക്ക് 1068 പുരുഷന്മാർ എന്ന രീതിയിലാണ് സ്ത്രീ പുരുഷ അനുപാതമുള്ളത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. കുറവ് വോട്ടർമാർ വയനാടുമാണ്. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് എല്ലാ നടപടിക്രമങ്ങളും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സംസ്ഥാനം പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അരുൺ, ഇവിടെ ഇപ്പോൾ ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും പാലക്കാട്ട് എ വിജയരാഘവനും കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് അമരന്മാരുടെ പിടിയിൽ നിന്ന്. കാരണം അമരന്മാരുടെ പത്രിക തള്ളിയിരിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കിയാലും ആശ്വാസകരമായ മറ്റൊരു കാര്യമുണ്ട്. CSI സഭ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. അതവിടെ ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിക്കാനാണ്, BJP ആണ് അതിന് പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. ആ പത്രിക തള്ളിയത് എങ്ങനെ പ്രതിഫലിക്കും? അത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഒരർത്ഥത്തിൽ അനുഗ്രഹമാണ്. കാരണം UDFന്റെ ഒരു വോട്ട് ബാങ്കായാണ് CSI സഭ കാലങ്ങളായി അറിയപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും CSI സഭ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പ്രതീക്ഷയുള്ള ഒരു സഭാ വിഭാഗമെന്ന് അവിടെ ഈ മുൻ ബിഷപ്പിന്റെ ഭാര്യ മത്സരിക്കുമ്പോൾ കുറച്ചു വോട്ടെങ്കിലും നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക മുന്നണി നേതൃത്വങ്ങൾക്കുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനം കൂടി അതിലുണ്ടായിരുന്നത് CSI സഭയുടെ മുൻ ബിഷപ്പായ നിർമ്മലാ റസാലത്തിനെതിരെ വലിയ അന്വേഷണം, അനധികൃത സ്വത്ത് സമ്പാദന പരാതിയൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. സഭയിലെ മറ്റു വിഭാഗം തന്നെ അതിനെതിരെ രംഗത്ത് വന്നതാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ BJP നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഭീഷണി ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ ഇതിനിടയിൽ വന്നിരുന്നു. ഈ സഭയ്ക്കുള്ളിലുള്ളവർ തന്നെ ബിഷപ്പിന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നതിനെതിരെ വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ആ സ്ഥാനാർത്ഥി തള്ളിപ്പോയതിലൂടെ വഴിമാറിയിരിക്കുന്നത്. UDFന് ഇപ്പോഴും ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. ഷൈൻലാൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി 2 ദിവസം മുമ്പ് സ്ഥാനമൊഴിഞ്ഞ ഷൈൻലാൽ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനി പിൻവലിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ഈ സൂക്ഷ്മ പരിശോധനയിലും ഷൈൻലാൽ സ്ഥാനാർത്ഥിയെ തുടരുന്നു. അത് UDF ക്യാമ്പിന് ചെറിയ ആശങ്കയുണ്ട്. നമുക്കറിയാം അത്രയധികം ശക്തമായ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത്. ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. അതിന് കാരണം UDFന്റെ സിറ്റിംഗ് MP ശശി തരൂർ വലിയ സ്വാധീനമുള്ള നേതാവാണ്. സ്വാഭാവികമായി അദ്ദേഹം ഇപ്പോഴും വിജയം പ്രതീക്ഷിക്കുന്നു. BJP കേന്ദ്ര സഹമന്ത്രി രംഗത്തിറക്കി അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വോട്ട് അതുകൂടി തിരിച്ചുപിടിച്ച് ജയിക്കാമെന്ന് BJP കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തവണയൊക്കെ 3ാം സ്ഥാനത്ത് പോയ ഇടതുമുന്നണി അവർക്ക് ഇവിടെ നിർത്താവുന്ന ഏറ്റവും ശക്തനായ, ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങി പ്രചരണ രംഗത്ത് അതിശക്തമായി മുന്നേറും. അതുകൊണ്ട് അവർക്കും പ്രതീക്ഷയുണ്ട്. അത്തരത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നതിനാൽ തന്നെ ഓരോ വോട്ടും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വിമതന്മാർ, അമരന്മാർ ഇവരുടെ ശല്യം പരമാവധി ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി നേതൃത്വവും സ്ഥാനാർത്ഥികളും. വലിയ പ്രശ്നക്കാരാണ്. എന്തായാലും പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ ഒരു പക്ഷേ ഇത് പിൻവലിക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ അപരന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഈ VM സുധീരൻ 2004 അദ്ദേഹത്തിന് ഒരു തോൽവി 1009 വോട്ടുകൾക്ക് അദ്ദേഹത്തിന് തോൽക്കുമ്പോൾ 8200-ലധികം ആ വോട്ടുകൾ അദ്ദേഹത്തിന്റെ അപരൻ പിടിക്കുന്നു. അതേപോലെ നമ്മുടെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനും സമാനമായ ഒരു തോൽവി നേരിട്ടു. 89 വോട്ടിനാണ് അദ്ദേഹം തോറ്റത്. പക്ഷേ അപരൻ 460-ലധികം വോട്ട് പിടിക്കുന്നു. മുഹമ്മദ് റിയാസിന് സമാനമായൊരു തോൽവി ഉണ്ടായി. 838 വോട്ടിന് തോറ്റപ്പോൾ അപരൻ 6371 വോട്ടിന് പിടിച്ചു. അതേസമയം അതേപോലെ ഈ ടീച്ചർക്കെതിരെ K. സുധാകരൻ മത്സരിക്കുമ്പോഴും അവിടെ K. സുധാകരൻ അപരൻ നിറയെ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായി വയനാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് 2 അപരന്മാർ വന്നു. അതിൽ ഒരപരൻ എൻ്റെ അച്ഛൻ, അദ്ദേഹം വലിയ രാഹുൽ ഭക്തനായിരുന്നു, അല്ലെങ്കിൽ ഈ വലിയ കോൺഗ്രസ് പ്രിയമുള്ള ആളായിരുന്നു. രാജീവ് ഗാന്ധിയോടൊക്കെ വലിയ അടുപ്പമുള്ളതാണ്. അതുകൊണ്ട് മൂത്ത മകനെ രാഹുൽ ഗാന്ധി എന്നും രണ്ടാമത്തെ മകനെ രാജീവ് ഗാന്ധി എന്നും പേരിട്ടു. പക്ഷേ ഈ 2 പേരും തികഞ്ഞ CPM അനുഭാവികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഈ ഒരു രാഹുൽ ഗാന്ധി
അല്ലെങ്കിൽ മൂത്തയാളായ രാഹുൽ ഗാന്ധി ഒരു ഗവേഷണ വിദ്യാർത്ഥിയൊക്കെയാണ്. അപ്പോൾ ഈ തവണ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാര്യമുണ്ടായില്ല. 4.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി. പക്ഷെ അദ്ദേഹം ഈ നമ്മുടെ അപരൻ രാഹുൽ ഗാന്ധി കണക്ക് കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ 5 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മറ്റൊരു രാഹുൽ ഗാന്ധി അവിടെ തവണ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ അഖിലേന്ത്യാ മക്കൾ കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ വക്താവായിട്ടാണ് അവിടെ വന്നത്. അദ്ദേഹം പക്ഷേ രാഹുൽ ഗാന്ധിയല്ല, രാഗുൽ, അവിടെ തമിഴിലുള്ള ഒരു ഉച്ചാരണത്തിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധി എന്ന പേരിലാണ് വന്ന് മത്സരിച്ചത്. അപ്പോൾ ആർക്കൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു അപരൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കും അപരനുണ്ട് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപരന്മാർ പിടിച്ച് കുലുക്കിയ പല പ്രമുഖരുമുണ്ട് അല്ലേ? VM സുധീരന്റെ രാഷ്ട്രീയ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം തന്നെ വഴിതിരിഞ്ഞു പോയത് ആ ഒരൊറ്റ തോൽവിയോടുകൂടിയാണ്. അപരൻ എത്രയോ ഇരട്ടി, ഭൂരിപക്ഷത്തിന്റെ ഏതാണ്ട് 7 ഇരട്ടിയോളം വോട്ട് സ്വന്തമാക്കി എന്ന ഒരു സാഹചര്യം. ഇതൊരു പൊതുവെ ഒരു ധാർമ്മികമായ ഒരു രീതിയല്ല എന്ന് ഈ സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രൈറ്റ് ഫൈറ്റിലേക്ക് വരികയും അവിടെ കൃത്യമായി ഒരു ധാർമ്മികമായി കൂടി അത് സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം, മുന്നണികൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ വടകരയിൽ ടീച്ചർക്ക് ഭീഷണി ഇപ്പോഴും ഉണ്ട്. ആ അപരൻ ടീച്ചർ KK ശൈലജ ടീച്ചറുടെ അപര ഇപ്പോഴും മത്സര രംഗത്ത് തന്നെയുണ്ട്. അവരുടെ സൂക്ഷ്മ പരിശോധനയിൽ അത് അംഗീകരിക്കും, ആ പത്രിക സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഷാഫി പറമ്പിലിനും അവിടെ അപരന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിലാണ് എന്ന് ഓർക്കണം. A വിജയരാഘവന്റെ അപരനെ അവർ പിടികൂടി. അദ്ദേഹത്തിന് കൃത്യമായ തള്ളി, അവിടെ കൃത്യമായ തരത്തിൽ അത് പൂരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേപോലെ തന്നെ കാസർഗോഡും ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഒരു അപരനുണ്ടായിരുന്നു. ആ അപരന്റെയും പത്രിക കൃത്യമായ ഇതില്ല എന്ന് കണ്ട് തള്ളുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ സുനിൽകുമാറിന് ഒരു അപരന്റെ പത്രികയുണ്ട്, അത് സ്വീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന് 2 അപരന്മാരുണ്ട്, അവരുടെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ചില ഡെമ്മി സ്ഥാനാർത്ഥികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ഡെമ്മികൾ. ഒരുപക്ഷെ ഈ പ്രധാന സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക എന്തെങ്കിലും കാരണവശാൽ തള്ളിപ്പോവുകയാണെങ്കിൽ ഡെമ്മിയുടെയാണ് പലപ്പോഴും തള്ളിയിട്ടുള്ളത്. ഈ ചില ഘട്ടങ്ങളിൽ ഡെമ്മിയെ നിർത്താത്തപ്പോൾ ഇപ്പം ഞാൻ ഓർക്കുന്നത് നമ്മുടെ തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ BJP പ്രധാന സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി, N ഹരിദാസിൻ്റെ. അപ്പോൾ ഡെമ്മി ഉണ്ടായിരുന്നില്ല. അപ്പം മണ്ഡലത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇഷ്ടമുള്ള മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ സ്വാഭാവികമായും BJP CPM അലയൻസ് ഉണ്ട്, BJP കോൺഗ്രസ് അലയൻസ് ഉണ്ട് എന്നൊക്കെയുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഒരു വശത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് 9 പത്രികകളാണ് തള്ളിയിട്ടുള്ളത്. പൊന്നാനി 12 പത്രിക തള്ളിയിട്ടുണ്ട്. പൊന്നാനിയിലാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ ഇപ്പോൾ കണക്കനുസരിച്ച് ലഭ്യമായ കണക്കനുസരിച്ച് തള്ളിയിട്ടുള്ളത്.